മിസ്റ്റർ അസീസ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും നിങ്ങൾ ഫാദറിനെ വേണ്ടവണ്ണം ട്രീറ്റ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ഞാനിനി എന്ത് ചെയ്യണമെന്നാണ് ഡോക്ടർ ഈ പറയുന്നത്? വിദഗ്ധ ചികിത്സ നൽകണം. നിങ്ങളുടെ ഫാദറിൻ്റെ ശരീരം മാത്രമേ മരിച്ചിട്ടുള്ളൂ, മനസ്സിനൊരു കുഴപ്പവുമില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ണു നിറയാറുണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ? വീട്ടുകാരുടെ പെരുമാറ്റത്തിലോ പരിചരണത്തിലുള്ള വേദന കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ മുമ്പ് ചെയ്തു പോയ തെറ്റുകൾ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടാകാം. ചോദിക്കുന്നുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ബാപ്പ ഇനി എത്ര കാലം ജീവിച്ചിരിക്കും? ഐ ആം ഓൺലി എ ഡോക്ടർ, നോട്ട് ദ ഗോഡ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗുളികകളും മരുന്നും വയറ്റിലെത്തിച്ചതുകൊണ്ട് മാത്രം രോഗിയുടെ അവസ്ഥ മാറില്ല. നിങ്ങൾ അദ്ദേഹത്തെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകൂ. വേണമെങ്കിൽ എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്യാം. ഡോക്ടർ മുഹമ്മദ് ഫക്രുദ്ദീൻ, അദ്ദേഹത്തിന് നിങ്ങളുടെ ഫാദറിനെ എണീപ്പിച്ച് നടത്താൻ കഴിയും. വലിയ സംഖ്യ ചെലവ് വരുമോ ഡോക്ടർ? ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളും അതുപോലെ തന്നെ ചികിത്സാ രീതികളും വെച്ച് നോക്കുമ്പോൾ ഒരു 4-5 ലക്ഷം രൂപ വരും. നിങ്ങളെ സംബന്ധിച്ച് വലിയ തുകയൊന്നുമല്ലല്ലോ. സമയം വൈകി. ഇപ്പോൾ കൊടുത്ത ഇഞ്ചക്ഷൻ ഇഫക്റ്റ് ചെയ്യാൻ ഒരു 15 മിനിറ്റ് എടുക്കും. ഈ മരുന്ന് ഒരു 4 നേരം കൊടുക്കണം. ക്ഷീണം കൂടുതലാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്താൽ മതി, നഴ്സിനെ അയച്ചുതരാം. ഓക്കെ? ശരി ഡോക്ടർ. ₹4 ലക്ഷം പറയാൻ നല്ല എളുപ്പാ. ഇപ്പൊ തന്നെ വീട് പണിക്ക് ചെലവായത് 10-75 ലക്ഷം രൂപയാ. അതിനിടയിലാ ചികിത്സക്കായി 4 ലക്ഷം രൂപ. അല്ലെങ്കിലും ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ജീവിച്ചിരുന്നാൽ തന്നെ എത്ര കാലത്തേക്കെന്നല്ലേ.